ദൈവ തിരുനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയെങ്കിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവദിനം ധ്യാനിപ്പാൻ കർത്താവ് ഒരിക്കൽ മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പ്രാർത്ഥനയോടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അല്പസമയം കൂടെ ദിവസത്തിലായിരിക്കാനായിട്ട് കർത്താവ് ശരണപ്പെടുന്നു. ആമീൻ, സ്തോത്രം. ഈ വേദഭാഗങ്ങളൊക്കെ നിങ്ങൾ പിന്നെയും വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യണം. ആമീൻ. നമ്മുടെ ഗുണീകരണത്തിനും നമ്മുടെ ആത്മീയ വർധനവിനും നാം അറിയേണ്ട കാര്യങ്ങൾ, ആമീൻ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, മുന്നറിയിപ്പുകൾ, നമുക്ക് സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ, ആമീൻ, കെണികൾ, ശത്രു ഒരുക്കുന്ന കെണികൾ, മനുഷ്യരൊരുക്കുന്ന കെണികൾ, ഇവയൊക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. അതിൽ നിന്നൊക്കെ നാം വിടുതൽ പ്രാപിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ ആമീൻ നാം തന്നെ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ വേണ്ടിയാണ് പല മുന്നറിയിപ്പുകൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. നാം ചില ആഴ്ചകളായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ദുരുപദേഷ്ടക്കന്മാർ, കള്ളപ്രവാചകന്മാർ, ദ്രവ്യാഗ്രഹികൾ, ഇവരെ പറ്റിയുള്ള പല കാര്യങ്ങളാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആമീൻ. ദൈവത്തിന്റെ ആത്മാവല്ല അവരെ നിയന്ത്രിക്കുന്നത്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളല്ല അവർ ചെയ്യുന്നത്. കർത്താവിന് പ്രാപിച്ചതല്ല അവർ പറയുന്നത്. ജഡത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി, അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, സത്യം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും തിരിച്ചറിഞ്ഞിട്ടും ആമീൻ അതിനെ മാറ്റിവരുത്തിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം വിവേകത്തിൽ ഊന്നിക്കൊണ്ട്, സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് ദൈവ ഇഷ്ടം മാറ്റിവെച്ച്, ദൈവഹിതം മാറ്റിവെച്ചിട്ട്, ആമീൻ, സ്തോത്രം, അവരവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ആ നിലകളിൽ ആമീൻ ശുശ്രൂഷിക്കുന്ന വ്യക്തികൾ, അവരിൽ വ്യാപരിക്കുന്ന അശുദ്ധ ശക്തികൾ, അവരിൽ മറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളിലാണ് നാം ഇവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആമീൻ, സ്തോത്രം. ശുശ്രൂഷകന്മാർ മാത്രമല്ല, ദൈവകൃപയിൽ വന്നിട്ട് ദൈവാത്മാവിന്റെ നടത്തിപ്പ് തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നെയും മാറിപ്പോകുന്ന ദൈവാത്മാവല്ലാത്ത പൈശാചിക മലിനതയുടെ പാപത്തിന്റെ ആത്മാവ് ആരെല്ലാം റൂൾ ചെയ്യുന്നുണ്ടോ അവരിലെല്ലാം ഈ വക കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ധ്യാനിച്ചു നിർത്തിയ ഭാഗം 13-ാമത്തെ വാക്യമാണ്. ഒന്നുകൂടെ വായിക്കുന്നു. അവർ താൽക്കാലിക ഭോഗ തൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹ സദ്യകളിൽ നിങ്ങളോട് കൂടെ വിരുന്ന് കഴിച്ച് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ആകുന്നു. അവർ വ്യഭിചാരിണിയെ കണ്ടു രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരതയില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ ആകുന്നു. അപ്പോൾ നാം പല കാര്യങ്ങൾ നമ്മൾ ആ ഭാഗത്ത് ധ്യാനിപ്പാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. മറഞ്ഞിരിക്കുന്ന കറകളും കളങ്ങളും നമുക്ക് തന്നെ അറിയത്തില്ല. ആമീൻ, സ്തോത്രം. ഇതിന്റെ അകത്ത് എന്താ? പുറമെ നോക്കുമ്പോൾ നല്ലതാണ്, മാന്യനാണ്, ശുശ്രൂഷയുണ്ട്, അഭിഷേകമുണ്ട്, ദൈവവൈതലാണ്, പ്രാർത്ഥനക്കാരാണ്, ആമീൻ, വിശുദ്ധനാണെന്നൊക്കെ തോന്നിയാലും മറഞ്ഞിരിക്കുന്ന പലതുമുണ്ട്. നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് മിക്കവാറും പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർപ്പിക്കാറുണ്ട്, നാം ഡിസേണിങ് സ്പിരിറ്റ് വളരെ ആവശ്യമാണ്. വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കാൻ, ബന്ധിക്കപ്പെട്ടു പോകാതിരിക്കാൻ, നിങ്ങളുടെ കൂടെ സഹകരിക്കുന്ന, നിങ്ങളുടെ കൂടെ ഏതെല്ലാം മേഖലകളിൽ ശത്രു അവന്റെ ട്രാപ്പ് ഒരുക്കിയിട്ടുണ്ടോ ബന്ധിക്കപ്പെടാതിരിക്കേണ്ടതിന് ആമീൻ നാം വിവേചിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആമീൻ, സ്തോത്രം. അപ്പോൾ അവരുടെ പ്രത്യേകതകൾ പല കാര്യങ്ങൾ നാം പറഞ്ഞു വന്നു. അവർ പാപം കണ്ടു രസിക്കുന്ന കണ്ണുള്ളവർ, വ്യഭിചാരിണിയെ കണ്ടു രസിക്കുന്നവർ, ആമീൻ, തൃപ്തിപ്പെടാത്ത കണ്ണുള്ളവർ, സ്ഥിരതയില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവർ. ഇവരുടെ മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട് പോകുന്നില്ല. മറ്റൊരു മേഖലകളിലാണ് അവർക്ക് തൃപ്തി വരുന്നത്. പ്രാർത്ഥിച്ചോ, വചനം ധ്യാനിച്ചോ, ആരാധിച്ചൊന്നുമല്ല, പാപം കണ്ടും പാപം രസിച്ചും ഹൃദയത്തിനകത്തും ചിന്തയ്ക്കകത്തൊക്കെ ഇട്ട് അങ്ങനെ ബന്ധിക്കപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടെന്നുള്ളത് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. അതുകൊണ്ട് അവരെ വിളിക്കുന്നതാണ് ശാപയോഗ്യർ. മറ്റുള്ളവരെ വശീകരിക്കുന്ന, ഇവരുടെ ദുഷ്പ്രവർത്തികളിലേക്ക് മറ്റുള്ളവരെ വശീകരിക്കുന്ന ആ നിലകൾ വിശുദ്ധി പഠിപ്പിച്ചു കൊടുക്കാതെ, ദൈവകൃപയിൽ വളർത്താതെ പാപത്തിനകത്ത് ബന്ധിച്ചു കളയുന്ന ഇവരെ പറ്റി പറയുന്ന ഈ വകക്കാർ, പാപം കണ്ട് രസിക്കുന്ന, അവ തൃപ്തിപ്പെടാതിരിക്കുന്നവർ, ഇവരെല്ലാം ശാപയോഗ്യന്മാരാണ്.
പുറമേ ദൈവവൈതലാണെന്നോ പാസ്റ്ററാണെന്നോ പ്രവാചകനാണെന്നോ ശുശ്രൂഷകനാണെന്നോ ഒക്കെ പേരുണ്ടെങ്കിലും യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം, ദൈവാത്മാവിന്റെ നിറവിലല്ലാത്ത ലോകമയത്വത്തിൽ ലോകത്തോട് ബന്ധിക്കപ്പെട്ട് പാപത്തോട് കണക്റ്റഡായി ജീവിച്ചിട്ട് ശുശ്രൂഷിക്കുകയും പ്രസംഗിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ വചനം പറയുന്നു ഇവരാരാണ്? ശാപയോഗ്യന്മാർ. സ്തോത്രം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ കാണണം. വളരെ പ്രാർത്ഥനയും വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. ദൈവകൃപ ആവശ്യമാണ്. നാം സത്യം അറിഞ്ഞിട്ട് ദൈവകൃപ അനുഭവിച്ചിട്ട് വിശുദ്ധിയുടെ പ്രമാണം കരത്തിൽ തന്നിട്ട് നാം ശപിക്കപ്പെട്ടവരായി തീരരുത്. നമുക്കിതിന് കൃപ ആവശ്യമാണ്, അഭിഷേകം ആവശ്യമാണ്, ദൈവശക്തി ആവശ്യമാണ്, ഉയരത്തിലെ ജ്ഞാനം ആവശ്യമാണ്. നമുക്ക് ദൈവാത്മാവിന് കീഴടങ്ങണം, ദൈവാത്മാവിന് വിധേയപ്പെടണം, അതിന് പ്രാർത്ഥിക്കണം. കംഫോർട്ട് സോണിൽ നമ്മൾ മാറണം. കരയേണ്ടത് വരും, വീണ് കിടക്കേണ്ടി വരും, ഉയരത്തിലെ കൃപയ്ക്ക് വേണ്ടി സമയങ്ങൾ ചെലവഴിക്കേണ്ടതൊക്കെ വരും. സ്തോത്രം. അപ്പോൾ ജനത്തിന്റെ പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഇത് ആഗ്രഹിക്കാത്തത് കൊണ്ട്, ഇത് പറ്റാത്തത് കൊണ്ട് അവർക്ക് ഈ ഒരു പേരിൽ നിൽക്കുകയും വേണം. എന്നാൽ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും അതിനവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, അല്ലേ? എല്ലാം കൂടെ ചേർന്ന് ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. അപ്പോൾ വിടേണ്ടത് വിട്ട്, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി, വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞ്, അങ്ങനെ ഭക്തിയോടെ വിശുദ്ധിയോടെ നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നിത്യതയിൽ പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോകാം. 15-ാമത്തെ വാക്യം. അവരെ പറ്റി പറയുന്നതാണ്. നേർവഴി മനസ്സിലാക്കി ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, പക്ഷെങ്കിൽ അത് വിട്ടു. അത് ഇടുക്കവതിലൂടെ കിടക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഇതിപ്പം ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അകത്ത് കറക്ഷൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് തെറ്റ് തിരുത്തപ്പെടലുണ്ട്. സ്തോത്രം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരു വിശുദ്ധൻ, ഒരു ദൈവപൈതൽ അവൻ ആത്മീയത്തിൽ തികവുള്ളവനായി തീരുന്നത് വെറുതെ വളരത്തില്ല. കറക്ഷൻസിലൂടെ, സ്നേഹത്തിന്റെ ശാസനയിലൂടെ, സ്തോത്രം. എബ്രായലേഖനത്തിനകത്തൊക്കെ പറയുന്നത് പോലെ സ്തോത്രം, സ്നേഹിക്കുന്ന മകനെ അപ്പൻ എന്ത് ചെയ്യുന്നു? ബാലശിക്ഷ കഴിക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ചിലപ്പോൾ ദൈവം ടെസ്റ്റ് ചെയ്യും. സ്തോത്രം. അകവും മുൻപും പിൻപും ഒക്കെ അടയ്ക്കും. നമ്മുടെ അകത്തുള്ള പ്രാർത്ഥന മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ പല കാര്യങ്ങൾ ചെയ്യും. ഇതിനൊക്കെ ദൈവാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്ക് ആഗ്രഹിക്കുന്ന എല്ലാം നൊടിയിടയിൽ ലഭിക്കണം, അവർക്ക് സന്തോഷിക്കണം. ഒരു ചെറിയ പെയിൻ, ഒരു ചെറിയ വിഷയം സഹിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത തലമുറയാണ്. ഒരു ചെറിയ വിഷയം താങ്ങാൻ പറ്റത്തില്ല. കാരണം അവരാ ഒരു സുഖലോലുപതയിലാണ് വളർന്നു വന്നത്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നേർവഴി വിട്ടുപോകുക പിശാചിന്റെ വലിയ തന്ത്രമാണ്. വളരേണ്ട, കൃപയിൽ നിൽക്കേണ്ട, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട പലതിനെയും നല്ല ആരംഭമായിരുന്നു. തീഷ്ണതയുണ്ടായിരുന്നു, ദർശനമുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു, സമർപ്പണമുണ്ടായിരുന്നു, തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ജീവിതയാത്ര എവിടെയൊക്കെയോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ധ്യാനിക്കുന്ന പോലെ ദൈവഹിതമല്ലാത്ത കണക്ഷൻസ്, ദൈവഹിതമല്ലാതെ എവിടെയൊക്കെ കണക്റ്റഡ് ആയതുകൊണ്ട് ആത്മാവിന്റെ നടത്തിപ്പ് വിട്ടുമാറി ജഡത്തിൽ ബുദ്ധിയിൽ ആശ്രയിച്ചു പോയപ്പോൾ ആ നേർവഴി വിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ വഴി വിട്ട്, വചനത്തിന്റെ വഴി വിട്ട് സ്വന്തം വഴിയിൽ സഞ്ചരിക്കുന്നവരായിട്ട് മാറി. നേർവഴി വിട്ട് തെറ്റി ബിയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. നമുക്കറിയാം, ആ ചരിത്രമൊക്കെ അറിയാം. സ്തോത്രം. പ്രവാചകൻ, അല്ലേ? ഇസ്രായേലിന്റെ പ്രവാചകൻ. അവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ ശപിക്കപ്പെടും. അവൻ എന്ത് ചെയ്തു? അവന്റെ ആ കൃപയെ, അവന്റെ ആ പൊസിഷനെ ദൈവഹിതമല്ലാത്തതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ, ദൈവഹിതമല്ലാത്തതിനു വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് അവൻ ഇടയായി തീർന്നു. സ്തോത്രം. അവന്റെ ആ ദൈവം കൊടുത്ത ആ പ്രവാചകനുള്ള പദവിയല്ല ഇപ്പൊ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നേർവഴി വിട്ടിട്ട് ഇസ്രായേലിനെ പാപം ചെയ്യത്തക്ക രീതിയിൽ, വെളിപ്പാട് പുസ്തകത്തിനകത്ത് വരെ അത് എഴുതിയിട്ടുണ്ട്. പാപം ചെയ്യത്തക്ക രീതിയിൽ അവൻ പറയുന്ന വാക്ക് ദൈവവാക്യം പോലെ, അവൻ പറയുന്ന വാക്ക് ദൈവത്തിന്റെ വാക്കാണെന്നുള്ള രീതിയിൽ ആ
ബിലയാം പറഞ്ഞതല്ലേ കറക്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞ് വഞ്ചിച്ച് ദൈവത്തിന് വഴിവിട്ട് പ്രമാണം വിട്ട് ജാതികളുമായി ഇടകലർന്ന പാപം ചെയ്യത്തക്ക രീതിയിൽ അമിസർ എത്രയോ 23,000 പേര് സംഹരിക്കപ്പെടത്തക്ക രീതിയിൽ അന്തരീക്ഷം ആ പാളയത്തിനകത്ത് ഉണ്ടാകാൻ കാരണം ദൈവത്തിന്റെ പ്രവാചകൻ ആ പൊസിഷൻ വിട്ടിട്ട് ജനത്തിന് മുൻപിൽ പ്രവാചകൻ അവൻ പറയുന്നതും ചെയ്യുന്നതും എന്താണ്? ദൈവാത്മാവിന്റെ അല്ലാത്ത, ദൈവം കൊടുക്കാത്ത, പക്ഷെങ്കിൽ ജനത്തിന് മുൻപിൽ ഒരു ഇമേജ് ഉണ്ട്. പാവങ്ങൾ വിചാരിച്ചു ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് വഞ്ചിച്ചു പോയി, നേർവഴി വിട്ടുപോയി. സ്തോത്രം. അടുത്തത് വായിച്ചാട്ട്. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. അവനിപ്പം സ്തോത്രം ദൈവം തരുന്ന പ്രതിഫലം വേണ്ട. കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട്. വിശ്വസ്തദാസന് ഇതൊന്നും വേണ്ട. സ്തോത്രം. അവന്റെ ഭവനം നിറച്ചു വെള്ളിയും പൊന്നും പ്രശ്നദക്ഷിണയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കണ്ണു മങ്ങിപ്പോയി. അനീതിയുടെ കൂലി അകത്തു കൊതിച്ചു. ദൈവത്തിന് വേണ്ടി സംസാരിച്ച, ദൈവത്തിന് വേണ്ടി നിന്നാൽ ഇങ്ങനെയുള്ളതൊന്നും കേറി വരത്തില്ല. അത് ഹൃദയത്തിനകത്ത് ദൈവം കണ്ട് അവനെ വെട്ടിക്കളഞ്ഞു. അനീതിയുടെ കൂലി കൊതിച്ചിട്ട് ലോകത്തിൽ വേഗത്തിൽ സമ്പന്നനാക്കാൻ, ലോകത്തിൽ എന്തൊക്കെയോ ആയിത്തീരാൻ പിശാച് കൊടുത്ത ഒരു കെണിക്കകത്ത് വീണുപോയി. പക്ഷെ അവൻ പ്രവാചകന്റെ പേരിലാണ് അറിയപ്പെട്ടത്. അവനത് ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചു, നല്ലതായിരുന്നു. പക്ഷെങ്കിൽ ഇടയ്ക്ക് വെച്ച് വീണുപോയി. അനീതിയുടെ കൂലി കൊതിച്ച് സ്തോത്രം. എന്താണ് വായിക്കുന്നത്? അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാട കഴുത മനുഷ്യ വാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. അപ്പോൾ ഈ കള്ള പ്രവാചകന്മാർ, ദുരുപദേഷ്ടക്കന്മാർ, ദ്രവ്യാഗ്രഹികൾ, ഇവരെ എല്ലാം ഉപമിക്കുന്ന പല കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ന്യായവിധിയുടെ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടു. മൂന്ന് നിലകളിൽ അതിനെ ഉപമിച്ചത് നമ്മൾ ധ്യാനിച്ചു. ഇപ്പോൾ മറ്റു ചില കാര്യങ്ങൾ പറയുകയാണ്. ആരോടാണ്? ഒന്ന്, അനീതിയുടെ കൂലി കൊതിച്ച് നേർവഴി വിട്ടുപോയ ബിലയാമിനെ മുൻപിൽ കൊണ്ടുവരുന്നു. എന്റെ പൊന്നു പ്രിയപ്പെട്ടവര്, ഈ ജീവിതയാത്രയിൽ ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും നല്ലതായിരിക്കണം. ഓരോ ദിവസം കഴിയും തോറും പുറമോട്ടല്ല പോകേണ്ടത്, വിശുദ്ധി തികയ്ക്കണം. ഞാൻ പലപ്പോഴും ദൈവസഭയെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകനായി ഭക്തന്മാർ മരിക്കണമെന്ന് ആഗ്രഹിച്ച ഭക്തനാണ്. സംഖ്യാപുസ്തകത്തിൽ അങ്ങനെയാണ് വായിച്ചത്. ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാനും മരിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ നേർവഴി വിട്ട് അനീതിയുടെ കൂലി കൊതിച്ച് വിശുദ്ധിയും പ്രമാണമെല്ലാം മാറ്റിക്കളഞ്ഞതുകൊണ്ട് സംഭവിച്ചത് എന്താ? പ്രശ്നക്കാരനായ ബിലയാം വാളുകൊണ്ട് കൊന്നെന്ന യോശുവയുടെ പുസ്തകത്തിൽ കാണുന്നത്. പ്രവാചകനായിട്ട് ആരംഭിച്ചു. എങ്ങനെയാ മരിച്ചത്? പ്രശ്നക്കാരനായിട്ട് അവസാനിച്ചു. എങ്ങനെ അവസാനിക്കേണ്ടതാ? നല്ലൊരു പ്രവാചകനായി ഏലിയാവൊക്കെ എങ്ങനെ അവസാനിച്ചത്? ഹല്ലേലൂയ! അഗ്നിമയമായ രഥങ്ങളും കുതിരകളുമായി ഇറങ്ങി വന്ന് അവന്റെ ജീവിതത്തിൽ പ്രയാസം വന്നില്ലേ? ഭാരം വന്നില്ലേ? ഭയപ്പെട്ടു പോയില്ലേ? മതിയെന്ന് പറഞ്ഞില്ലേ? എങ്കിലും ദൈവം ഉണർത്തിയപ്പോൾ മടങ്ങി വന്നു. അങ്ങനെ ശുശ്രൂഷ തികച്ച് വിജയകരമായി പോയ പ്രവാചകന്മാരും ദൈവദാസന്മാരും ഉള്ളപ്പോൾ തന്നെ സ്തോത്രം, ആരംഭം നല്ലതായിരുന്നെങ്കിലും അനീതിയുടെ കൂലി കൊതിച്ച് നേർവഴി വിട്ടുപോയിട്ട് പ്രശ്നക്കാരനായി അവസാനിച്ച പ്രവാചകനെയും വചനം വരച്ച് കാട്ടുന്നുണ്ട്. നമുക്ക് തീരുമാനിക്കാം എങ്ങനെ അവസാനിക്കണം, എങ്ങനെ പോണം. കൂടപ്പറമ്പേ, ദയ തോന്നി, കരുണ തോന്നി ദൈവം നമുക്ക് വേണ്ടുന്ന വഴി കാണിച്ചു തരുമ്പോൾ ഈ ലോകത്തിന്റെ ശക്തികൾ നിന്റെ ബുദ്ധിയെ പിടിച്ചു കെട്ടും. തീരുമാനം, അഭിപ്രായം ദൈവത പ്രകാരം തീരുമാനിക്കാൻ കഴിയാതെ, ദൈവത പ്രകാരം ചുവടുവെക്കാൻ കഴിയാതെ പൈശാചികമായ, മാനുഷികമായ, ലോകപരമായ, അത് കുഴപ്പമില്ല, സാരമില്ല, എല്ലാം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നേരെ വഴിയിൽ നിന്ന് നിന്നെ അകറ്റിക്കളയാൻ ദുഷ്ടപിശാച പദ്ധതിയുമായി കടന്നു വരുമ്പോൾ കൂടപ്പറമ്പേ, വീഴരുത്. നേട്ടത്തിന് വേണ്ടി, അല്പലാഭത്തിനു വേണ്ടി ദൈവഹിതം വിട്ട് നാം ഒരു ചുവട് വെക്കരുത്. പ്രാർത്ഥിച്ചോണം. കർത്താവ് അന്ത്യം വരെയും ഈ വിശുദ്ധി നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ ഇടയാകരുത്.
നമ്മുടെ പേഴ്സണൽ പ്രയറിൽ വാസപ്രാർത്ഥനയിലൊക്കെ ഇത് പ്രാർത്ഥിക്കണം. കർത്താവ് ഒത്തിരി ചെയ്യാനൊന്നും പറ്റിയില്ലേലും കൃപയിൽ നിന്ന് മാറരുത്, അവയുടെ കാഴ്ചപ്പാടും മാറരുത്. ദൈവഹിത കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ ദൈവഹിതമല്ലാത്ത വ്യക്തികളുമായി കണക്റ്റഡ് ആകരുത്. വളരെ പ്രാർത്ഥിച്ചോണം. എന്നിട്ട് ഒന്നത് രണ്ടാമത് അവിടെ പറയുന്നത് അവൻ അനേകരെ കൂലി കൊതിച്ചുവെങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിക്രമത്തെ തടുത്തു കളഞ്ഞു. അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളും. അടുത്തത് വെള്ളമില്ലാത്ത കിണറുകൾ. പുറമേ കണ്ടെന്തുകൊണ്ട് നല്ല കിണറൊക്കെ വളരെ ആർത്തിയോടെ ആഗ്രഹത്തോടെ ഓടി ചെല്ലുമ്പോഴാണ് എന്താ കാണുന്നത്? റോസപ്പനെ ഇട്ട പോലത്തെ കിണർ. എന്താ? പൊട്ട് കിണർ. ഞങ്ങളുടെയൊക്കെ പഞ്ചായത്ത് കിണറുണ്ട്, വലിയ കല്ലും കൊണ്ടൊക്കെ എന്തോ വലിയ കിണറാന്നറിയോ. പക്ഷെ അതോടെ ഇന്ന് നോക്കാൻ മൊത്തം പാട്ടയും കുപ്പിയും പ്ലാസ്റ്റിക്കും നാട്ടുകാരുടെ വേസ്റ്റ് കൂടി എൻ്റെ അകത്തുണ്ട്. പുറമെ എന്തോ ഉണ്ട്, പക്ഷെ ഒരു പ്രയോജനവുമില്ല. വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകൾ. ഇത് പുറമെ ഒരു പ്രതീക്ഷയാണ്. അടുത്ത രണ്ടെണ്ണം കൂടെ പറയുന്നത് കിച്ചൂടെ മനസ്സിലാവാനായിട്ട് കഴിയും. ഒരു ആശ്വാസത്തിന് വേണ്ടി ഓടിച്ചെല്ലുമ്പോൾ പുറമേ ഉള്ളു, പക്ഷെ അകത്തൊന്നും ഒന്നുമില്ല. ഒരു അനുഗ്രഹത്തിന് വേണ്ടി ചെല്ലുമ്പോൾ പുറമേ ഉള്ളു, പക്ഷെങ്കിൽ അകത്തൊന്നും ഒന്നുമില്ല. അടുത്തൂടെ പറഞ്ഞു വായിച്ചേ. വെള്ളമില്ലാത്ത പൊട്ടക്കിണർ, കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന. ഇത് വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. നമ്മളെ കാർമേഘം പോലൊക്കെ നമ്മളവർക്ക് ഇപ്പം മഴ പെയ്യും, ഇപ്പം ഇപ്പം ചൂടെല്ലാം പോകുമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതിങ്ങനെ ഓടിപ്പോ ഇതിനകത്തെങ്ങും വെള്ളവും ഇല്ല, ഒന്നുമില്ല. ഇതിങ്ങനെ അങ്ങ് ഒഴുക്കിന് ഒരു കാറ്റടിക്കുന്ന ഇങ്ങനെ അങ്ങ് പോവാ. നമ്മളെയൊക്കെ ആശിപ്പിക്കും. സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെ ഇപ്പൊ ആ മൂടലൊക്കെ വരുമ്പോഴത്തേക്ക് ഓർക്കും, ഒരു മഴ പെയ്ത് ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്ന് നാട്ടിലെ കാര്യം കേട്ടോ. സ്തോത്രം. പക്ഷെങ്കിൽ ഇതിനകത്തൊന്നും എന്തില്ല. അപ്പൊ ഈ വരവും പൂക്കും ഒക്കെ നമ്മളവർക്ക് ഇന്ന് വിടുതൽ, ഇന്ന് അത്ഭുതം, ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പക്ഷെങ്കിൽ ഒന്നുമില്ല. ഇതൊക്കെ ഒരു പ്രകസനവും പേരും മാത്രമേ ഉള്ളൂ, ഒന്നും സംഭവിക്കത്തില്ല. അപ്പം വെള്ളമില്ലാത്ത പൊട്ടക്കിണർ, കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന അവർക്ക് സംഭവിച്ചിരിക്കുന്നു നിത്യ നരകം ടിക്കറ്റ് എടുത്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുക. സ്തോത്രം. മനുഷ്യനെ വഞ്ചിക്കുന്ന, മനുഷ്യന് സ്തോത്രം പ്രതീക്ഷകൾ കൊടുത്തിട്ട്, ഭയങ്കര സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട്, പാവങ്ങൾ സാധുക്കൾ വിടുവിക്കപ്പെടും, രക്ഷപ്പെടും, ഇപ്പം കടം മാറും, ധനം കിട്ടും, ഉയർച്ച പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് വാഗ്ദത്തം ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഓഫർ കൊടുക്കുന്നത്. ഈ സാധുക്കളൊക്കെ പോയിട്ട് അവസാനം ഉള്ളതും പോയി എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, സ്വർഗം ഇതെല്ലാം കുറിച്ച് വെക്കുന്നുണ്ട്. കർത്താവ് ഇരുളിന്റെ അറകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, എങ്ങും പോകത്തില്ല. ശാപയോഗ്യന്മാരാണ്. സ്തോത്രം. ദൈവഹിതമല്ലാത്ത, ദൈവം ഏൽപ്പിക്കാത്ത, ദൈവം അയക്കാത്ത, ദൈവം എഴുന്നേൽപ്പിക്കാത്ത എല്ലാത്തിനും എന്തുണ്ട്? ഇരുട്ടിന്റെ മുറികൾ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്പറും പേരും എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ആരോടാ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോലെ വിശുദ്ധന്മാരോട് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഈ വക കർത്താവിന്റെ പേര് പറഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ ലോകത്തെ, ജനത്തെ, സാധുക്കളെ, സഭകളെ വഞ്ചിക്കുന്ന വെറുതെ വിടത്തില്ല. അവർക്കുള്ളത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ പൊന്നു കൂടെ പറമ്പേ വളരെ ശ്രദ്ധിച്ചോണം, വളരെ പ്രാർത്ഥിച്ചോണം. ദൈവഹിതമല്ലാത്ത ഒരു നിത്യ നരകത്തിലോട്ട് പോകാൻ ടിക്കറ്റ് എടുത്തവരുമായി നമ്മൾ സഞ്ചരിക്കരുത്. അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. അറിയാതെ നമ്മുടെ ദർശനം കൊണ്ട് നഷ്ടപ്പെടുകയായിത്തീരും. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവഹിതമല്ലാത്തവരുമായിട്ട് ആരും കണക്ഷൻ ഉണ്ടാകരുത്, കണക്റ്റഡ് ആകരുതെന്ന് പറഞ്ഞത്. നമ്മുടെ ദർശനം കൂടെ നമ്മളെ നല്ല വഴിയൂടെ വിട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 24:4 വായിച്ച്. ഒരു 18 വായിച്ചു, അത് സമയം പോകും. അടുത്ത ഞാൻ പെട്ടെന്ന് പറഞ്ഞു. 24:4 മത്തായി. അതിന് യേശു
ഉത്തരം പറഞ്ഞത്, ആര് നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളി. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ആമേൻ. നിങ്ങളെ ആരും തെറ്റിക്കാതിരിപ്പാൻ. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് തിരക്കവനെ എല്ലാവരും അങ്ങ് വിശ്വാസമാണ്. എല്ലാവരും അപ്പം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ചെയ്യാൻ പറ്റുന്ന കാര്യസ്ഥനെ അങ്ങ് ഏൽപ്പിക്കണം. കർത്താവ്, എനിക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ എന്ത് കേട്ടാലും വിശ്വസിക്കുന്നൊരു കുഴപ്പമുണ്ട്, എനിക്കങ്ങ് എല്ലാവരും ഭയങ്കര വിശ്വാസമാണ്, സത്യം ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ എനിക്ക് പിടി കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കാര്യസ്ഥനോട് പറയണം, മണ്ടത്തരം പറ്റരുത്, കർത്താവെ ദൈവപിതാവല്ലാത്തതിന് തന്നെ വിടിവിക്കണം, പരീക്ഷയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം, ആരും എന്നെ തെറ്റിച്ച് കളയാനായിട്ട് ഇടയാകരുത് എന്ന് പറഞ്ഞ് കാര്യസ്ഥന്റെ കാര്യത്തിലോട്ടങ്ങ് ഏൽപ്പിക്കണം. എൻ്റെ പൊന്ന് കർത്താവ്, എനിക്കും മനസ്സിലാകത്തില്ല, ചിരിച്ച് കാണിക്കുമ്പോൾ, പ്രസംഗം കേൾക്കുമ്പോൾ, ദൂത് കേൾക്കുമ്പോൾ, ആലോചന കേൾക്കുമ്പോൾ, അഭിഷേകം കാണുമ്പോൾ ഞാൻ വീണുപോകും. അതുകൊണ്ട് കർത്താവെ ദൈവപിതാവല്ലാത്തതിൽ നിന്ന് എന്നെ വിടിവിക്കണേന്ന് നമ്മൾ പ്രാർത്ഥിച്ച് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അങ്ങ് കൂട്ടുപിടിക്കണം. എൻ്റെ പൊന്നു ദൈവമേ, തെറ്റിപ്പോകാനായിട്ട് ഇടയാകല്ലേന്ന് നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചോണം. തെറ്റ് പറ്റാതെ കർത്താവ് എന്ത് ചെയ്തോളും? അയ്യോ, നല്ല വഴികാട്ടി ആരാ? വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒറ്റ വ്യക്തി നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിച്ചോണം. കർത്താവെ, തെറ്റിച്ച് കളഞ്ഞ സകല തന്ത്രങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ചു വേണം ജനം മുൻപോട്ട് പോകാൻ. ആമേൻ. സ്തോത്രം. 18ാമത്തെ വാക്യം, വഴിതെറ്റി നടക്കുന്നവരോട് അകന്നു വന്നവരെ ഇവർ വെറും ദുഷ്കാമ പ്രവൃത്തികളാൽ കാമഭോഗങ്ങൾ കൊടുക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ച്, വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ, വഴിതെറ്റി നടക്കുന്നവരായിരുന്നു. എന്നാൽ ഇപ്പം ഒരു പരുവത്തി അതിൽ നിന്നൊക്കെ വിട്ട് അവൻ പല സ്വഭാവത്തിൽ നിന്നും മാറി, സിഗരറ്റ് വലിയും മദ്യപാനവും വെറുക്കൂത്തും ഒക്കെ നിർത്തി ഒന്ന് നല്ല രീതിയിൽ രക്ഷപ്പെടാനായിട്ടൊക്കെ തീരുമാനിച്ച് വന്നതാണ്. ഇവരെ കൂടെ എന്ത് ചെയ്തു? വമ്പ് പറഞ്ഞു. ഒന്നുമില്ല, നമ്മ ഇങ്ങനെ സംഗതി ഇങ്ങനെ പെരിപ്പിക്കത്തേ ഉള്ളൂ, അതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അപ്പം കൊടുക്കും, ആർക്കും കർത്താവിന് വേണ്ട. എല്ലാവർക്കും എന്ത് മതി? എല്ലാവർക്കും എന്ത് മതി? അപ്പം മതി. കർത്താവിനല്ല അവിടെ നിങ്ങൾ അടയാളം കണ്ടിട്ടൊന്നുമല്ല, അപ്പം തിന്ന് തൃപ്തരായോണ്ട് ഈ പുറകെ നടക്കുന്നത്. അപ്പൊ ഇത് ഹോൾസെയിലായിട്ടും കൊടുക്കുക, ബ്രെഡും മീനും. കർത്താവിനെ ആർക്കും വേണ്ട, കർത്താവിനെ ആർക്കും കൊടുക്കുന്നില്ല, അതാർക്കും വേണം. അപ്പം സ്പിരിച്വൽ കണ്ടന്റ് ഇല്ല. ഇങ്ങനെ ഇവിടെ എത്രത്തോളം ഉന്നതമാകാം, ഉടനെ ഒന്നും ഇവിടുന്ന് പോകാനേ തോന്നത്തില്ല. ആമേൻ. സ്വത്രം. ഇത് ചെറുത് മാറ്റി വലുതാക്കി വീട് വെച്ച് ഫ്ലാറ്റ് മേടിച്ച് ലോകരാജ്യങ്ങൾ സഞ്ചരിച്ച് അവൻ ഇങ്ങനെ ഈ ഭൂമിയിൽ നമ്മളെ അങ്ങ് മറ്റൊരു സ്വപ്ന ലോകത്തോട്ട് കൊണ്ടുപോവുകയാണ്. വമ്പ് പറഞ്ഞു ഒരു പരുവത്തി പലതും വിട്ട് ആമിസ്തോത്രം, ഇതാണ് സ്വർഗത്തിലോട്ട് പോകാനുള്ള ഏറ്റവും വലിയ മാർഗം, വിശുദ്ധിയുടെ കൂടാരമാന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. അതിനെക്കൂടെ എന്ത് ചെയ്തു? നശിപ്പിച്ച് ഒരു വഴിയാക്കി ഈ വമ്പ് പറഞ്ഞ് ഇല്ലാതാക്കുന്ന ഒരു പ്രവണത. അപ്പൊ നമ്മൾ എണ്ണി പറയാമെങ്കിൽ എന്തെല്ലാം ഉണ്ടെന്നറിയാവും. ദൈവാത്മാവിന്റെ അല്ലാത്ത ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവരുമായി നമ്മൾ ബന്ധിക്കപ്പെട്ടു പോയാൽ ഭയങ്കര കുരുക്ക. അതുകൊണ്ട് വളരെ ശക്തമായി പ്രാർത്ഥിച്ചോണം. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നിങ്ങളെ സൂക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആമേൻ. ഞാൻ പറഞ്ഞു പോകട്ടെ. ആമേൻ. അടുത്തോടെ വായിച്ചു. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇനിയും പറയാനായിട്ട് പോകുന്നത്. വഴിതെറ്റി നടക്കുന്ന 18ാം തോന്നുകൂടെ ഞാൻ വായിക്കണം. വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്ന് വന്നവരെ ഇവർ വെറും വമ്പ് പറഞ്ഞ ദുഷ്കാമ പ്രവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കൊടുക്കുന്നു. അപ്പൊ ഇവരുടെ അകത്ത് ഈ പറയപ്പെട്ട പല ഐറ്റംസ് ഉണ്ട്. ആമിസൂത്രം ഈ നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചവരെ കൂടെ ഇവരുടെ പല ദൈവഹിതമല്ലാത്ത പല വിഷയത്തിനകത്ത് കുടുക്കിക്കളഞ്ഞാൽ പിന്നെ ഊരാക്കുടുക്ക, പിന്നെ നിവരാൻ എഴുന്നേൽക്കാൻ പിന്നെ പുറത്തു വരാനായിട്ട് കഴിയത്തില്ല. ഇത് അവരൊരു ട്രാപ്പാണ്. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, തങ്ങൾക്ക് തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. കേട്ടോ, അതിനൊരു കുഴപ്പമില്ല. സ്വയം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, സ്വയം പല വിഷയത്തിനകത്ത് കുരുങ്ങിയിരിക്കുകയാണ്. പക്ഷെങ്കിൽ വാഗ്ദത്തം ഭയങ്കരമാണ്. ഇപ്പം വിടുതൽ, ഇപ്പം
അമിസ്തോത്രം, ഹല്ലേലൂയ, രക്ഷ ഇപ്പം, സൗഖ്യം ഇപ്പൊ, ഉയർച്ച എന്നും പറഞ്ഞ് ഇങ്ങനെ വാക്തത്വത്തിന്റെ പെരുമഴയാണ്. പാവം ജനങ്ങൾക്ക് ഇതുവല്ല മനസ്സിലാവും. പക്ഷെങ്കിൽ പരിശുദ്ധാത്മ നോക്കുമ്പോഴത്തേക്ക് ഒരു നടയ്ക്കൊന്നും പുറത്തു വരാൻ പറ്റാത്ത പലതിനകത്ത് ഈ പുള്ളികൾ എന്ത് ചെയ്തിരിക്കുക, ബന്ധിക്കപ്പെട്ടിരിക്കുക. അതുപോലെ തങ്ങൾക്ക് തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കും. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ വേറെ ശ്രദ്ധിച്ചോണം, നമ്മളെ വിളിച്ച വിളിക്കകത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം എന്ന് വായിച്ചു. ഗലാത്യ ലേഖനം 5:13. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാം. നമ്മൾ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നത്? സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം നമുക്കുണ്ട്. ഏതിൽ നിന്ന്? എല്ലാറ്റിൽ നിന്നും ഒരു ഫ്രീഡം ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 1-2 കാര്യങ്ങൾ ധ്യാനിച്ചു പോയായിരുന്നു. ഇതിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവിക സ്വാതന്ത്ര്യം. പാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, മോഹത്തിൽ നിന്ന്, നിത്യതയിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുന്ന എല്ലാറ്റിൽ നിന്നും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയാണ് കർത്താവിനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നത്. നമ്മൾ വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ദൈവഹിതമല്ലാത്ത ഒരു കർത്തൃത്വത്തിനകത്തും നമ്മൾ ബന്ധിക്കപ്പെടരുത്. നാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പരിശുദ്ധാത്മാവല്ലാതെ നമ്മൾ റൂള് ചെയ്യരുത്. ദൈവാത്മാവല്ലാതെ നമ്മളെ നിയന്ത്രിക്കരുത്. നമ്മളെ ഭരിക്കേണ്ടത്, നമ്മളെ നിയന്ത്രിക്കേണ്ടത്, നമ്മളെ നടത്തേണ്ടത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയായിരിക്കണം. ദൈവാത്മാവ് നയിക്കുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഒരു യഥാർത്ഥ ദൈവമക്കളുടെ പ്രത്യേകത, അവനെ നടത്തുന്നത് അവന് കൃപയ്ക്കധീനരാണ്. അവൻ പാപത്തിനല്ല, ദൈവാത്മാവിന് അധീനനാണ്. നാം പാപത്തിന് ദാസന്മാരായി തീരരുത്. ദാസൻ എന്ന് പറഞ്ഞാൽ യജമാനനുണ്ട്. പാപത്തിലെ ദാസൻ എന്ന് പറയുമ്പോൾ യജമാനൻ ആരാ? പാപമാണ് യജമാനൻ. ഇന്ന് പകൽ നിങ്ങൾ രാത്രി കാലം ചിന്തിക്കുമ്പോൾ എവിടെയെങ്കിലും, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഓർപ്പിച്ചു, എവിടെയെങ്കിലും കുരുങ്ങി ബന്ധിക്കപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ എൻ്റെ പൊന്നു കൂടപ്പിറപ്പെ അത് മറച്ചു വെച്ചിട്ട്, അത് സാരമില്ലെന്ന് പറഞ്ഞിട്ട് പാടി ആരാധിച്ചു പോകരുത്. ഈ ബന്ധനം ഒരു പരുവം കഴിഞ്ഞ് മുറുകിയാൽ ഇത് ഊരാ കുടുക്കായി ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ നീ ബന്ധിക്കപ്പെട്ടു പോകും. എവിടെയെങ്കിലും പിശാച് പ്രയോജനപ്പെടേണ്ട, ഉപയോഗിക്കപ്പെടേണ്ട, ദൈവശബ്ദമായി തിരിയേണ്ട, ദൈവത്തിൽ അയക്കപ്പെടേണ്ട, ദൈവത്തിന് വൻ കാര്യങ്ങൾ വെളിപ്പെടേണ്ട പലരെയും സ്തോത്രം പിശാചിന്റെ ഒരു പദ്ധതിയാണ് ഈ വിധത്തിൽ എവിടെയെങ്കിലും കുരുക്കിക്കള. പുറമെ ആർക്കും അറിയാൻ പറ്റത്തില്ല. പുറമെ സ്വാതന്ത്ര്യത്തിന്റെ പ്രസ്താവനകളും വാക്തത്വങ്ങളും ഒക്കെയാണെങ്കിലും അകത്തളങ്ങളിൽ രഹസ്യ ജീവിതത്തിൽ എവിടെയൊക്കെയോ ദൈവമല്ലാത്ത പലതിനകത്ത് ബന്ധിക്കപ്പെട്ട് കളയും. പിശാച് കുരുക്കിക്കളയും. ആ കുരുക്കഴിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവേ, അങ്ങനെ ഒരു അടിമ നോക്കാം ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ ഒരു ബന്ധനം ഭവനത്തിനകത്ത്, ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകരുത്. ദൈവഹിതമല്ലാത്ത ഒന്നിനകത്തും കുഞ്ഞെ നീ കുരുങ്ങരുത്. നിന്റെ മനസ്സോ, നിന്റെ ശരീരമോ, നിന്റെ ആത്മമണ്ഡലങ്ങളോ ബന്ധിക്കപ്പെടരുത്. പിശാച് അതിന്റെ സർവ്വ ആയുധങ്ങളുമായി കടന്നു വരും നിന്നെ കുരുക്കിക്കളയാൻ, നിന്നെ അതിൻ്റെ അകത്ത് ഒതുക്കാൻ. നീ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് കൃപയിൽ വളരാൻ എവിടെയോ ആഗ്രഹിക്കുമ്പോൾ, ഒന്ന് പാടി ആരാധിച്ചു അതിനെ ധ്യാനിച്ച് കയറി വരുമ്പോൾ ഇവൻ വീണ്ടും കർത്തൃത്വത്തിന് വേണ്ടി കടന്നു വരും. റൂൾ ചെയ്യാൻ കടന്നു വരും. മതിയെന്ന്, ഒത്തിരി വേണ്ടെന്ന്, ഒത്തിരി വേണ്ട, ആമിശ്വർ ഇങ്ങനെ പലതും പറഞ്ഞ് നിന്നെ നിയന്ത്രിച്ച് കൃപ പ്രാപിക്കേണ്ട, ദൈവ ശബ്ദം കേൾക്കേണ്ട, ദൈവത്തിന് അവൈലബിളായി തീരേണ്ട നമ്മുടെ സമയത്തെയും നമ്മുടെ ആയുസ്സിനെയും സാധ്യതകളെ പിശാച് അപഹരിക്കുമ്പോൾ ഈ രാത്രികാലം പ്രിയരെ, ദൈവഹിതമല്ലാത്ത ദൈവം നിന്നെ വിടുവിച്ചെങ്കിൽ, ദൈവിക സ്വാതന്ത്ര്യം നിന്റെ മേൽ നൽകിയെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആ സ്വാതന്ത്ര്യം ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ സ്വാതന്ത്ര്യത്തിനകത്ത് നീ സന്തോഷിച്ചോണം.
കർത്താവ് മാത്രം നമ്മളെ ഭരിച്ചാൽ മതി, ദൈവാത്മാവ് മാത്രം നമ്മളെ നടത്തിയാൽ മതി. മറ്റൊരു കർത്തൃത്വത്തിന് വിട്ടുകൊടുക്കരുത്. ശരീരമായാലും മനസ്സായാലും വിട്ടുകൊടുക്കരുത്. നിങ്ങൾ പ്രാർത്ഥന, കർത്താവേ എനിക്കത് മതി, എനിക്കത് മതി. കർത്താവിന് അടിമയായി തീരണം, കർത്താവിന് ദാസനായി തീരണം. നാം സമർപ്പിച്ചപ്പെട്ടു പോയാൽ ഹല്ലേലൂയ 5:1 വായിച്ച്, ഗലാത്യർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അപ്പോൾ ഉറച്ചു നിൽക്കണം. ദൈവം തന്ന ആ സ്വാതന്ത്ര്യത്തിനകത്ത് നാം ഉറച്ചു നിൽക്കണം. പാപത്തിൽ നിന്ന് ദൈവം വിടുവിച്ചെങ്കിൽ വീണ്ടും മാടി വിളിക്കുമ്പോൾ തിരിച്ചറിയണം, ഞാൻ വിടുവിക്കപ്പെട്ടതാണ്, ഞാൻ രക്ഷപ്പെട്ടതാണ്, ഞാൻ അവന്റെ കരത്തിൽ നിന്ന് പുറത്തു വന്നതാണ്. അവൻ 2 കരം നീട്ടി മാടി വിളിക്കുമ്പോൾ നീ അതിനോട് നോ പറയണം. ആത്മാവിൽ അതിനോട് എതിർത്ത് നിൽക്കണം. ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിച്ചിട്ട് ദൈവിക സ്വാതന്ത്ര്യം മതി എന്ന് തീരുമാനിച്ച് അതിനകത്ത് നീ നിൽപ്പാൻ തയ്യാറാകണം. നമ്മുടെ ജഡത്തിന്റെ ശക്തികൾ, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ തിരിഹിതമല്ലാത്തത് ചെയ്യുവാൻ, കാണുവാൻ പ്രേരിപ്പിക്കുമ്പോൾ സ്തോത്രം, ദൈവം വരുത്തിയ സ്വാതന്ത്ര്യത്തെ നീ തിരിച്ചറിഞ്ഞിട്ട് നീ നിന്നോട് തന്നെ പറയണം, എനിക്ക് ഈ സ്വാതന്ത്ര്യം മതി. ഞാൻ കർത്താവിന് അടിമയായ മതി, വേറൊന്നുവിനെ റൂൾ ചെയ്യേണ്ട ഒരു നല്ല തീരുമാനം ഹൃദയത്തിനകത്ത് എടുക്കണം. പലയിടത്തും ബന്ധിക്കപ്പെട്ടിട്ട്, പലയിടത്തും കുരുങ്ങിക്കിടന്നിട്ട് നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം പ്രസംഗിക്കാൻ പറ്റും? എങ്ങനെ വിടുതൽ കൽപ്പിക്കാൻ പറ്റും? കഴിഞ്ഞാഴ്ച ഓർപ്പിച്ചതുപോലെ എന്താണ് അഭിഷേകം? അഭിഷേകത്തിനകത്തും മറിഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ഇത് കൊടുക്ക നമുക്കും നമ്മളിൽ അനേകർക്കും പകരാൻ ദൈവം ഒഴിച്ചിരിക്കുന്ന, പകർന്നിരിക്കുന്ന ദൈവശക്തി അഭിഷേകം നാം വിടുവിക്കപ്പെടാതെ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയും? അതുകൊണ്ട് എല്ലാ അടിമ നുഖങ്ങളും പൊട്ടണം കേട്ടോ. എല്ലാ കുരുക്കുകളും അഴിയണം. ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും മേഖലകൾ, ചിന്തയോ ബുദ്ധിമണ്ഡലങ്ങളോ പിശാച് ബന്ധിച്ചെങ്കിൽ അതിനെ നീ അഴിച്ചു പുറത്തു വരുത്തണം. ദൈവഹിതമല്ലാത്ത ഉയർച്ചകൾ ഹൃദയത്തിൽ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതിനെ ശാസിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം തന്ന ദൈവകൃപയിൽ അതിനെ പിടിച്ചടക്കാൻ ദൈവമക്കൾ തയ്യാറാക്കണം. ഒരിക്കലും ദൈവം തന്ന ആ ഫ്രീഡത്തിൽ നിന്ന് നീ പുറത്തു പോകരുത്. അതുപോലൊരു സ്വാതന്ത്ര്യം മറ്റൊന്നുമില്ല. നല്ല മനസാക്ഷിയോടുകൂടെ സന്തോഷത്തോടുകൂടി കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന സ്വാതന്ത്ര്യം, അത് പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം. ഇന്ന് കർത്താവ് വന്നാൽ, ഇന്ന് മരിച്ചാൽ 100% ഉറപ്പ് ഞാൻ നിത്യതയിൽ എത്തുമെന്ന് ആത്മാവിൽ സന്തോഷമുള്ള ആ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് ആകാശത്തിലെ പറവകൾ ചിന്തിക്കുന്നില്ല. എനിക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെക്കുന്ന ആ ദൈവിക വെളിപ്പാടുകളുടെ സ്വാതന്ത്ര്യം, ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാ ഈ ദൈവിക സ്വാതന്ത്ര്യത്തിനകത്തുള്ളത്. ജീവനും ഭക്തിക്ക് മുതൽ നിത്യത വരെ ഉള്ളത് ഇതിൻ്റെ അകത്തുണ്ട്. ഇത് വിട്ടിട്ട് നിങ്ങൾ എവിടെ കുരുങ്ങാൻ പോകുകയാ? എവിടെ കുടുങ്ങാൻ പോകുകയാ? പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തന്നെ ആ ഫ്രീഡത്തിലോട്ട് മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. അതില്ലെങ്കിൽ നിന്റെ സ്വസ്ഥത പോകും. പണമില്ലെങ്കിലും ശമ്പളമില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ദൈവിക സ്വാതന്ത്ര്യത്തിനകത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മളെ പോലെ ഭാഗ്യവാന്മാർ മറ്റാരുമില്ല. ഹല്ലേലൂയ. കാരണം കരയുമ്പോൾ ഇറങ്ങിയ ദൈവ സാന്നിധ്യം, ഒന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കുമ്പോൾ നിന്റെ ഉള്ളിലോട്ട് ദൈവിക തേജസ് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ വിടുതൽ പ്രാപിച്ച ജനമാരുണ്ട്. ഏത് രോഗത്തിനെ നിന്നെ ഒതുക്കാൻ പറ്റുന്നത്, ഏത് ശക്തിക്ക് നിന്നെ ബന്ധിക്കാൻ പറ്റുന്നത്, ഏത് പാപത്തിന് നിന്നെ കീഴടക്കാൻ പറ്റുന്നത്, അവരിലുള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ അകത്തുണ്ടെന്ന്. ദൈവഹിതമല്ലാത്ത എല്ലാറ്റിൽ നിന്നും ദൈവമക്കൾ പുറത്തു വരണം. ശൈലികളിൽ നിന്ന്, സ്വഭാവത്തിൽ നിന്ന്, മനോഭാവത്തിൽ നിന്ന് മാറാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ അതായിരിക്കും നിന്നെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുത്തലുകൾ പറയുമ്പോൾ കേൾക്കാൻ തയ്യാറാകണം. മാറ്റങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. കാരണം ദൈവിക സ്വാതന്ത്ര്യത്തിനകത്ത് നാം നിലനിൽക്കേണ്ടവരാണ്. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 1 പത്രോസ്
2:2 അതന്നെ. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയും മറയ്ക്കാതെ ദൈവത്തിന്റെ ദാസന്മാരെയും നടക്കുകയും. ആമേൻ. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. നമ്മളിപ്പോ ധ്യാനിച്ച ഭാഗം അതാണ്. പ്രവാചകനായി, ഉപദേഷ്ടാവായി, ദൈവവൈതലായി, പ്രാർത്ഥനക്കാരനായി, ആരാധനക്കാരനായി ഒക്കെ അറിയപ്പെട്ടിട്ട് ആ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് എന്താക്കരുത്, മറയാക്കരുത്. ആ കെയർ ഓഫിൽ, ആ ഒരു ബ്രാൻഡ് നെയിമിൽ നീ അറിയപ്പെട്ടിട്ട് അതിൻ്റെ പേരിൽ ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. അയ്യോ, ദൈവം വെറുക്കുന്ന കാര്യം. നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, കുറവുകൾ സംഭവിക്കാം, ബലഹീനത സംഭവിക്കാം, പോരായ്മകൾ സംഭവിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവുണ്ടല്ലോ, അല്ലേ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുന്ന പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുമ്പോൾ അലറി കരഞ്ഞു പ്രാർത്ഥിച്ച് ഏറ്റു പറഞ്ഞാൽ സ്വർഗം ആ വിഷയത്തിന് ക്രമീകരണം വരുത്തി രക്തതളിച്ച് ശുദ്ധീകരിച്ച് ആ കുരുക്കിൽ നിന്ന് പുറത്തു വന്ന് ദൈവിക സ്വാതന്ത്ര്യം ആ മൊമെന്റ് നിനക്ക് അനുഭവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇത് ശത്രു സമ്മതിക്കത്തില്ല, അംഗീകരിക്കാൻ സമ്മതിക്കത്തില്ല. ഈ ഒന്നാമത്തെ കാര്യം അടിമനുഭവത്തിൽ ആണെന്ന് തിരിച്ചറിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ദൈവാത്മാവിന്റെ അല്ലാത്ത ചില കർത്തൃത്വങ്ങൾ എന്നിൽ ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. എങ്കിൽ മാത്രമേ കരയാൻ പറ്റത്തുള്ളൂ, എങ്കിൽ മാത്രമേ ഏറ്റുപറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണ്, ഞാൻ ചെയ്തതെല്ലാം ശരിയാണ്, എൻ്റെ തീരുമാനമെല്ലാം ശരിയാണ്, ഇവരാരെ എന്നെ പഠിപ്പിക്കാൻ, എന്നെ കറക്റ്റ് ചെയ്യാൻ ആരാന്നും പറഞ്ഞ് നമ്മൾ ബന്ധിക്കപ്പെട്ടു പോയാൽ ആ ബന്ധനത്തിന് മുറുകത്തയോ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ അറിയാത്ത ഏതെങ്കിലും മേഖല ദൈവാത്മാവിൻ്റെ അല്ലാത്ത കർത്തൃത്വങ്ങൾ എന്നിലുണ്ടെങ്കിൽ കർത്താവിനെ പുറത്തു കൊണ്ടുവരണമെന്ന് നിങ്ങൾ ഇന്ന് രാത്രി ഇതെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ശരിക്കും പ്രാർത്ഥിച്ചോണം. കർത്താവെ, ദൈവാത്മാവല്ലാത്ത ഏതെങ്കിലും നിയന്ത്രണങ്ങൾ എന്നിൽ യജമാനനായിട്ട് നിൽക്കുന്ന മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ സ്വയമായിരിക്കാം, നമ്മുടെ ചിന്താഗതികളായിരിക്കാം അവളെ നിയന്ത്രിക്കുന്നത്, പൈശാചിക തലങ്ങളായിരിക്കാം. ഇതെല്ലാം പൊട്ടിമാറണം കേട്ടോ. പൊട്ടിമാറിട്ട് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലോട്ട് നിങ്ങൾ കടന്നു വരണം. മറ്റൊരു ഭാഗമാണെങ്കിൽ ഞാൻ ഈ ഭാഗം വന്നതുകൊണ്ടങ്ങ് പറയുകയാണ്. 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അമീൻ സ്തോത്രം. 2 തീമോത്തിയോസ് 2:16 വായിച്ചു. 2 തീമോത്തിയോസ് 2:26. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങി വരികയാണ്. അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞു ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവർ അവർ സുബോധം പ്രാപിച്ചെന്നപ്പോ സുബോധമെല്ലാം എന്ത് ചെയ്യും? ഈ കുടുങ്ങിക്കഴിഞ്ഞാൽ ഉള്ള സുബോധമെല്ലാം പിന്നെ എത്ര ദൈവാനം പറഞ്ഞാൽ ഇവരകത്തോട്ടൊന്നും കയറത്തില്ല. കാരണം ആരാ ഇപ്പം പിടിച്ചേക്കുന്നത്? എന്ത് പറഞ്ഞാലും ഇത് ചേമ്പലെ വെള്ളം ഒഴിക്കുന്ന പോലെ വരത്തുള്ളൂ. അതിന് മുന്നെന്ന് പറഞ്ഞാൽ എന്ത് കേട്ടാലും സ്വോത്രം, രക്തജയം, ഗ്ലോറി, കരച്ചിലും പിടിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പാറ പോലെ ഇരിക്കും. എവിടെ വെക്കാനാ, ആരോട് പറയാനാ? പിന്നെ സുബോധം പ്രാപിച്ചാൽ ദൈവ കൃപ, ആരുടെയെങ്കിലും കരച്ചിലും കണ്ണുനീരും പ്രാർത്ഥനയും കണ്ടിട്ട് ആ റിയൽ സെൻസിലോട്ട് വന്നാൽ അത് അങ്ങനെ വായിച്ചത് പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവ ഇഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് എന്ത് ചെയ്യണം? അഥവാ ഇതുപോലെ ഇപ്പം കുടുക്കിലും കുരുക്കിലും വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൗമ്യതയോടെ മനസ്സിലാക്കി കൊടുക്കുക. ബ്രദറെ, സിസ്റ്ററെ, സഹോദര, കൂടപ്പിറപ്പെ, പുറത്തു വരണം. നിങ്ങളിങ്ങനെ ഇരിക്കേണ്ടവരല്ല, കുടുങ്ങേണ്ടവരല്ല, ഇങ്ങനെ ബന്ധിക്കപ്പെടേണ്ടതല്ല. ആ ദൈവിക സാന്ദ്രത്തിലോട്ട് നിങ്ങൾ വാ, ദൈവം വിടുവിക്കും എന്ന് പ്രാർത്ഥിച്ച് അന്നേരം എങ്ങാനും സുബോധം വന്ന് അയ്യോ എനിക്കിനി ഒന്നും വേണ്ട, വല്ലവിധേയം ദൈവം അംഗീകരിച്ച ഒരു മനുഷ്യനായി മതി എന്നും പറഞ്ഞ് അവന്റെ കണ്ണ് തുറന്ന് ഹൃദയം തുറന്ന് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പോയി. അപ്പൊ കുടുങ്ങിയവരെ നമ്മൾ എന്ത് ചെയ്യണം? സൗമ്യതയോടുകൂടെ ഉപദേശിക്കണം. സുബോധം വന്ന് ദൈവ ഇഷ്ടം ചെയ്താലോ ഒരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് കുടുങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ദൈവിക സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നോണം. ഈ പൗലോസ് ഒരു ഭാഗം കൂടെ വായിക്കും. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചു. 1 കൊരിന്ത്യർ
6-ാം അധ്യായം എൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും ചർച്ചയിൽ ധ്യാനിച്ചിട്ടുള്ള വിഷയമാണ്. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകയില്ല. ഐ വിൽ നോട്ട് ബി മാസ്റ്റേഡ് ബൈ എനിത്തിങ്. സകലത്തിനും എന്തും ചെയ്യാം, എന്തും കാണാം, എന്തും അനുഭവിക്കാം, എന്തും രുചിക്കാം, പക്ഷെങ്കിൽ എല്ലാം പ്രയോജനമുള്ളതല്ല. പിന്നെ പറയുന്നു, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും യാതൊന്നിനും ഞാൻ അടിമയല്ല, ഒന്നിനും ഞാൻ അധീനനല്ല. എന്നെ കൺട്രോൾ ചെയ്യാൻ ദൈവാത്മാവല്ലാതെ, പരിശുദ്ധാത്മാവല്ലാതെ മറ്റൊന്നിനും എന്നെ നിയന്ത്രിക്കാൻ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. എന്തോ ഒരു തീരുമാനമാണ് പ്രിയപ്പെട്ടവർ. അവനും ജഡത്തിലല്ലേ ജീവിച്ച്, ആഗ്രഹങ്ങളില്ലേ, വികാരങ്ങളില്ലേ, വിചാരങ്ങളില്ലേ. പക്ഷെങ്കിൽ പൗലോസ് പറയുകയാണ്, യാതൊന്നിനും ഞാൻ അധീനനല്ല. ഹല്ലേലൂയ. ഇന്ന് പാലക്കാലം കൂടെ പ്രാർത്ഥിക്കണമേ. ദൈവത്തെ ആരാധിച്ചിട്ടും സ്നാനപ്പെട്ടിട്ടും വിശ്വാസിയാന്ന് പറഞ്ഞിട്ടും പ്രാർത്ഥനാക്കാരനാന്ന് പറഞ്ഞിട്ടും പാസ്റ്ററാന്ന് പറഞ്ഞിട്ടും അയ്യോ, അവൻ മറ്റു പലതിനകത്തും കുടുങ്ങി. അവൻ സ്വാതന്ത്ര്യം, ദൈവിക സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടും ഇപ്പോഴും ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യം പ്രാപിക്കുന്ന കർത്താവേ, ആ ദൈവിക സ്വാതന്ത്ര്യത്തിലോട്ട് എന്നെ മടക്കി വരുത്തണമേ. ദൈവിക ഫ്രീഡത്തിലോട്ട് ആ ഒരു ദൈവിക സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം ഇന്നൊരു രാത്രി ഭവനങ്ങളിലൊക്കെ നിറയട്ടെ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിന്റെ കരുത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ കൃപ പകരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അമ്മ ഒരു നിമിഷം കണ്ണുകൾ ദൈവസ്ഥലം നടച്ചാട്ട്. അമീൻ. സ്തോത്രം. അമീൻ. 3-4 മിനിറ്റുണ്ട്. ഞാനൊരു ഭാഗം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അമീൻ. ഈ അടുത്ത ആഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ധ്യാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അമീൻ. സ്തോത്രം. അതുകൊണ്ട് അമീൻ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് എന്ത് മടങ്ങി വരണം, ആ കർത്താവിൻ്റെ ആ ഫ്രീഡം നിങ്ങൾ ആഗ്രഹിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ എല്ലാത്തൊരു കർത്തൃത്വം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്വഭാവത്തെ, മനോഭാവത്തെ, ആത്മജീവിതത്തെ മാറ്റുന്ന ആ കർത്തൃത്വത്തെ കർത്താവ് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ സമ്മതിക്കണം. നിങ്ങളത് സമ്മതിക്കാമെങ്കിൽ ദൈവിക ഫ്രീഡത്തിലോട്ട് മടക്കി വരുത്താൻ ദൈവം വിശ്വസ്തന. ആമീൻ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ധ്യാനിക്കാം. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ ദൈവിക സ്വാതന്ത്ര്യത്തിലോട്ട് നമുക്കിന്ന് രാത്രി മടങ്ങി വരാം. കർത്താവിനെ അറിഞ്ഞവരാണ്, കർത്താവിനെ അനുഭവിച്ചവരാണ്. എന്നാൽ തങ്ങൾക്ക് തന്നെ നാശ അടിമകളായിരിക്കെ സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്തു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ഏതിനെയാ നിനക്ക് ജയിക്കാൻ പറ്റാത്തത്? അതിന് നാം അടിമയാ. പക്ഷെങ്കിൽ വചനം പറയുന്നു, നമ്മളെ വിളിച്ചതിനകത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. യേശു ക്രിസ്തുവിനെ സ്വാതന്ത്ര്യത്തിലോട്ടാ വിളിച്ചത്. അങ്ങനെയാണ് ഈ രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ആദ്യം ആ ദൈവിക ഫ്രീഡത്തിലോട്ട് എന്നെ മെന്റലി, സ്പിരിച്വലി, ഫിസിക്കലി ആ ദൈവിക സ്വാതന്ത്ര്യം കർത്താവ് കൽപ്പിക്കട്ടെ. ആമിസ് ദൈവത്തിന്റെ അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ളവൻ, ആമിസ് സകലവും നന്നായി അറിയുന്നവൻ, ഇരുള പോലെ മറവില്ലാത്ത കർത്താവ് നമ്മളെന്ന് സ്കാൻ ചെയ്യട്ടെ. നമ്മുടെ ഭവന അന്തരീക്ഷത്തിനകത്തോട്ട് കർത്താവ് ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം ഒന്ന് ഇറങ്ങട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചേ, കർത്താവേ അങ്ങൊന്ന് കാണണമേ, അങ്ങൊന്ന് അറിയണമേ. എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത, എനിക്ക് പിടികിട്ടാത്ത ഏതെങ്കിലും മേഖലകളിൽ ദൈവാത്മാവല്ലാത്ത കർത്തൃത്വങ്ങൾ എന്നിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ ജഡത്തിൽ വാഴുന്നുണ്ടെങ്കിൽ, കർത്തൃത്വം ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പ ഇന്ന് രാത്രി വചനത്തിന്റെ കേൾവി അത് ബ്രേക്ക് ചെയ്ത് ദൈവിക സ്വാതന്ത്ര്യത്തിലോട്ട് എന്നെ ഇന്ന് രാത്രി മടക്കി വരുത്തണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹൃദയം തുറന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ ആ ദൈവിക ഫ്രീഡം എനിക്ക് വേണം. പല കാര്യങ്ങൾ ചിന്തിച്ച് വഴികൾ തുറക്കപ്പെടാത്തത്, മാനസിക ഭാരങ്ങള്, മറ്റ് സാമ്പത്തിക വിഷയങ്ങള്, ആഗ്രഹിച്ചതുപോലെ ഉയരാൻ പറ്റാത്തത്, ഇങ്ങനെ പല നെഗറ്റീവ് തോട്ട്സ് കടന്നു വന്നിട്ട് പലതിനെ ചിന്തക്കകത്ത് ബന്ധിക്കപ്പെട്ട്, മനോഭാരത്തിനകത്ത് ബന്ധിക്കപ്പെട്ട്, എവിടെയൊക്കെ കുടുങ്ങി
ദൈവഹിതമല്ലാത്ത ചിന്തകൾ, തീരുമാനങ്ങൾ, ആഗ്രഹങ്ങളിലോട്ട് നയിക്കപ്പെടുമ്പോൾ ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആ കെട്ടഴിച്ചിട്ട് കുഞ്ഞിന് കരയാൻ തയ്യാറായ, ഏൽപ്പിക്കപ്പെടാൻ തയ്യാറായ ദൈവീയ സ്വാതന്ത്ര്യം പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ കടന്നു വന്നത് ഇന്ന് രാത്രിയിൽ. അവന്ന് പ്രാർത്ഥിച്ച കർത്താവ്, എനിക്ക് സ്വയം പുറത്തു വരാൻ പറ്റുന്നില്ല, എവിടെയൊക്കെ കുടുങ്ങി കിടക്കുകയാണ്, ആഗ്രഹമുണ്ട്, അവൻ പ്രവർത്തിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഉപവസിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടെന്നാ ഞാൻ അറിയാതെ എവിടെയോ എന്നെ റൂൾ ചെയ്യുന്ന, എന്നെ നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ആത്മാവിനെ ശാസിച്ചിട്ട് യേശുവിന്റെ സ്വാതന്ത്ര്യത്തിലോട്ട് എന്നെ മടക്കി വരുത്തണമേ. എന്നെ ഹൃദയം ഒന്ന് സന്തോഷിക്കുവാൻ, ആമേ ആനന്ദിക്കുവാൻ, നിറഞ്ഞൊന്ന് പാടുവാൻ, സന്തോഷത്തോടെ മുന്നേറുവാൻ. ദൈവിക സ്വാതന്ത്ര്യത്തിന് ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കും. നീ ഏതിനോട് തോറ്റിട്ടുണ്ടോ, നീ അതിന് അടിമയാണ്. സ്വർഗീയ പിതാവേ, ഇന്നു രാത്രിയിൽ ഞങ്ങൾ കർത്താവിന് അടിമകളായിത്തീരുന്നു. പിശാചിനല്ല, പാപത്തിനല്ല, മറ്റു പലതിനുമല്ല. തോൽക്കുന്ന മേഖലകളിലെല്ലാം ഒരു ജയം ഇന്നു രാത്രിയിൽ കർത്താവ് കൽപ്പിക്കണമേ. കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ആഗ്രഹിക്കുന്ന ജനത്തോട് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ദൈവശക്തി അവരിലേക്ക് അയക്കണമേ. ഒന്നിലും തോറ്റുപോകുവാൻ ഇടയാകാതെ കർത്താവിന് മുൻപിൽ മാത്രം തോൽക്കുവാൻ, ഏൽപ്പിക്കപ്പെടുവാൻ കൃപ കൊടുക്കണമേ. ഏതെല്ലാം മേഖലകളിൽ ശത്രു തോൽപ്പിച്ചിട്ടുണ്ട്, അതിൽ നിന്നെല്ലാം ഈ ജനത്തെ കർത്താവ് പുറത്തു കൊണ്ടുവരണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. പിന്നെയും പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവാം ദൈവത്തിന്റെ സ്നേഹം ആശ്വസിപ്പിച്ച് നമ്മെ വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മ, കാവലും സൂക്ഷിപ്പും വരെ വാഴുന്ന നമ്മേവരോട് നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുണ്ട്. ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നുപോലെ നേക്കും കർത്താവിനെ വരെ ഉണ്ടായിരിക്കും മാറാകട്ടെ. അടക്കപ്പെട്ട ദൈവം കുഞ്ഞാണ്. നമുക്ക് ഒരുമിച്ച് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.